ഡിയേഴ്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. മക്കളെ, നമ്മുടെ ഓണം എക്സാമിനേഷന് മുമ്പ് നടക്കുന്ന സൈലത്തിന്റെ മോഡൽ എക്സാമിനേഷൻ നാളെ തുടങ്ങുകയാണ്. അതായത് സൈലത്തിന്റെ ഓണം എക്സാമിനേഷൻ നാളെ തുടങ്ങുകയാണ് യോദ്ധ ബാച്ച്. നാളെ നിങ്ങൾക്ക് മലയാളം സെക്കൻഡിന്റെ എക്സാം ആണ്. ഈ ഒരു എക്സാമിന്റെ ടൈം ടേബിൾ നമ്മൾ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഓണം എക്സാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് ഒരു മോഡൽ പരീക്ഷ എഴുതി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുക, അത് പരിചയിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, നാളത്തെ എക്സാം നന്നായിട്ട് പഠിച്ച് തന്നെ നിങ്ങൾ എഴുതണം. അപ്പോൾ അതിൻ്റെ ടൈം ടേബിളിൽ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഫിസിക്സും ബയോളജിയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പഴയ ടൈം ടേബിളിൽ നമ്മളുടെ ഫിസിക്സ് എക്സാം വരുന്നത് 27 ട്യൂസ്ഡേ രാവിലെ 6 മണിക്കായിരുന്നു. ആ ദിവസം ബയോളജിയുടെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 27-ാം തീയതി ട്യൂസ്ഡേ രാവിലെ 6 മണിക്ക് ബയോളജിയുടെ എക്സാമും, അതുപോലെ ഫിസിക്സിൻ്റെ എക്സാം 30-ാം തീയതിയിലേക്ക്. ബയോളജി നടക്കേണ്ടിയിരുന്ന ദിവസം ഫിസിക്സിൻ്റെ എക്സാമാണ് രാവിലെ 6 മണിക്ക് നടക്കുക. അപ്പോൾ ആപ്പിലുള്ള ക്ലാസ്സുകളെല്ലാം കണ്ടുകൊണ്ട്, ആപ്പിലുള്ള നോട്ട്സ്, അതായത് നമ്മുടെ സ്ലൈഡുകളെല്ലാം റിവൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുക. സൈലത്തിൻ്റെ മോഡൽ എക്സാമിനേഷൻ അടിപൊളിയായിട്ട് നിങ്ങളെല്ലാവരും എഴുതണം. ആ എക്സാം എഴുതുന്നത് നിങ്ങളുടെ ഓണം എക്സാമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ആ ഭാഗങ്ങൾ കൂടുതൽ നന്നായിട്ട് പഠിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയൊക്കെ അത്രയും പരിചയിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളുടെ എക്സാം എഴുതണം. അപ്പോൾ നാളത്തെ രാവിലത്തെ എക്സാം നിങ്ങളെല്ലാവരും അറ്റൻഡ് ചെയ്യണം. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം ബാച്ചിലൊന്നും ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടാവും. അവർക്ക് നോട്ട്സ് ഇപ്പം വാട്സപ്പിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി അയച്ചു കിട്ടുന്ന നോട്ട്സ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇത് തന്നെ ഫോണിൻ്റെ പല ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും സേവായി കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതൊന്നും കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രക്ചേർഡായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കില്ല ഫോണിൽ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ സൈലത്തിൻ്റെ ബാച്ചിൽ, യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ഈ നോട്ട്സും സ്ലൈഡ്സും ക്ലാസ്സുകളും എല്ലാം വളരെ സ്ട്രക്ചേർഡായിട്ട് കിട്ടുന്നതായിരിക്കും. അതിൻ്റെ ഹെൽപ്പോട് കൂടി ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സോ എല്ലാവരോടും പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് തന്നെ യോദ്ധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം.